ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, യു.പിയിൽ മുഹറം ഘോഷയാത്രക്കിടയിൽ പലസ്തീൻ പതാക വീശിയ യുവാവ് അറസ്റ്റിലായി. ഭദേഹി ജില്ലയിൽ നടന്ന ഘോഷയാത്രക്കിടയിലാണ് പലസ്തീൻ ജനതയ്ക്ക് യുവാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ബദോഹി പോലീസിന്റേതാണ് നടപടി. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 197(2) ദേശീയോദ്ഗ്രഥനത്തിന് ദോഷകരമായ പ്രവൃത്തി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സാഹിൽ എന്ന യുവാവാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. യാത്രയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. അതിന് പിന്നാലെ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഇന്ത്യൻ പതാകയോടൊപ്പം പലസ്തീൻ പതാക ഉയർത്തുന്ന യുവാക്കളെ കാണാം. പലസ്തീൻ പതാക ഉയർത്തിയതിൽ ഒരാളായ ഘോരക് എന്ന യുവാവിനു വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. അനുമതിയില്ലാതെയാണ് മധോസിംഗ് ഏരിയയിലെ ദേശീയപാതയിലൂടെ ഘോഷയാത്ര നടത്തിയത് എന്ന് ഔറായ് പോലീസ് സ്റ്റേഷൻ SHO സച്ചിദാനന്ദ് പാണ്ഡെ മാധ്യമങ്ങളോട് പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്കെതിരായ അതിക്രമങ്ങളിൽ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പിന്തുണ നൽകുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ചരിത്രപരമായ ബന്ധത്തെ വളച്ചൊടിച്ചാണ് കേന്ദ്ര സർക്കാർ ഇസ്രായേലിന് പിന്തുണ നൽകുന്നത് എന്നവർ ആരോപിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച AIMIM അധ്യക്ഷൻ കൂടിയായ അസദുദ്ദീൻ ഉവൈസി സത്യപ്രതിജ്ഞയ്ക്കിടയിൽ പലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള BJP നേതാക്കൾ ഒവൈസിയെ വിമർശിച്ച് രംഗത്തു വന്നു. തുടർന്ന് സത്യപ്രതിജ്ഞയിൽ സത്യവാചകമല്ലാതെ മറ്റൊന്നും പറയരുത് എന്ന് അനുശാസിക്കുന്ന പുതിയ നിയമവും BJP സർക്കാർ നടപ്പിലാക്കിയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുമ്പോഴും ഇക്കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിൽ ഒരു യുവാവ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സൗദി നാട് കടത്തിയത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ നിയമം അംഗീകരിക്കുകയും അനുശാസിക്കുകയും അതിനെക്കുറിച്ച് മാത്രം ബോധമുണ്ടാകുകയും ചെയ്യുന്ന ആളുകൾ മറ്റു പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ ചെന്ന് പ്രതിഷേധിക്കാൻ ശ്രമിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അതിന് അനുശാസിക്കുന്നില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിന്റെ നിയമം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. മനുഷ്യത്വം മരവിച്ചു പോയ ഹമാസ് ഭീകരർ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമുക്കറിയാം. പിടിച്ചുകൊണ്ടുപോയ ബന്ധികളിൽ എത്ര പേർ ജീവനോടെയുണ്ട് എന്ന കണക്ക് പോലും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. എത്രയോ നാളായി നെതന്യാഹുവും ടീമും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, എത്ര പേരുണ്ട് ബന്ധികളിൽപ്പെട്ടവർ ഇന്ന് ജീവനോടെ. നമ്മൾ ആലോചിക്കണം. ഐക്യരാഷ്ട്രസഭയുടെ സെറ്റിൽമെന്റ് പ്രകാരം ഇസ്രയേലും പലസ്തീനും 2 രാജ്യങ്ങളായി രൂപം കൊണ്ടതിന്റെ 1 വർഷം മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി വിഭജിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇന്നുവരെ 2 രാജ്യങ്ങളും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും 2 രാജ്യങ്ങളും തമ്മിൽ സുഖകരമല്ലാത്ത അവസ്ഥയും ഏറ്റുമുട്ടലുകളും അസ്വാരസ്യങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെയും നിലനിൽക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാനിൽ നിന്നും കുറച്ച് ലഷ്കർ-ഇ തൊയ്ബക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ 1400ഓളം ആളുകളെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു കൊല്ലുകയും മറ്റുള്ള കുറെ ആളുകളെ ബലാത്സംഗം ചെയ്യുകയും കൊന്നുതള്ളുകയും ഒക്കെ ചെയ്തിട്ട് ഇന്ത്യക്കാരായ കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടുകയും ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ആരോടൊപ്പം നിൽക്കും? ആരുടെ നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും? ഇനിയും ഇവരെ കൊന്നതിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 250ഓളം ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോകുകയും ചെയ്യുന്നു. അതായത് ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലരോട് എന്താണോ ചെയ്തത് അത് തന്നെ ലഷ്കർ-ഇ തൊയ്ബ എന്ന ഭീകര സംഘടന ഇന്ത്യ മഹാരാജ്യത്തോടും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇന്ത്യ ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കുമോ ഇല്ലേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്ത്യ ഇനിയും തിരിച്ചടിച്ചിട്ടില്ലെങ്കിലും ഈ ഇന്ത്യക്കകത്തുള്ള ആളുകൾ ആരോടൊപ്പം നിൽക്കും? ലഷ്കർ-ഇ തൊയ്ബയുടെ കൃത്യം ശരിയാണ് എന്ന് പറഞ്ഞ് ലഷ്കർ-ഇ തൊയ്ബയുടെ നേതാവിനെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്നിട്ട് മലബാറിന്റെ മണ്ണിൽ ഒരു വെർച്വൽ മീറ്റിംഗിന് അദ്ദേഹത്തിന് വേദി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഈ രാജ്യം ഏത് രൂപത്തിൽ കാണുമെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ശക്തമായ രൂപത്തിൽ ഇന്ത്യ തിരിച്ചടിക്കും. ഇന്ത്യൻ തിരിച്ചടി ശക്തമാകുമ്പോൾ പല ആളുകളും വിദേശ രാജ്യങ്ങൾ അമേരിക്കയും ഖത്തറും ഒക്കെ ഇന്ത്യയോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയും. നിങ്ങളുടെ തിരിച്ചടി കുറച്ച് രൂക്ഷമായി പോയി എന്ന് പറയും. കാരണം ഇന്ത്യയാണ് തിരിച്ചടിക്കുന്നത്. ഉറപ്പായിട്ടും 1-70 പോലെ തിരിച്ചു കിട്ടും. വെടിനിർത്തണമെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് നിങ്ങൾ പിടിച്ചോണ്ട് പോയ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ പറയും.
ജീവനോടെ എത്ര പേരുണ്ട് എന്നതിന്റെ കണക്കുകൾ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പറയും. കൊന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറയും, ഞങ്ങൾക്ക് തിരികെ തരണമെന്ന് പറയും. ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ രൂപത്തിലുള്ള വിട്ടുവീഴ്ചകൾ തന്നെയായിരിക്കില്ലേ? അപ്പോഴും ലഷ്കർ ഇ തൊയ്ബ ഉറച്ചു നിൽക്കുകയാണ്, ബന്ധികളെ വിട്ടു നൽകില്ല, നിങ്ങൾ വെടി നിർത്തിക്കോ. എന്നിട്ട് അതുവരെ പാകിസ്ഥാന് നിങ്ങൾ ഇന്ധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, ഇന്റർനെറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തുടർന്ന് നിങ്ങൾ അങ്ങ് കൊടുക്ക്. അല്ല, എത്ര ബന്ധികളാണ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയതിൽ ജീവനോടെ ബാക്കിയുള്ളത് അതൊന്നും അറിയില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? യുദ്ധം അവസാനിപ്പിക്കണം. ഇന്ത്യ ഏത് നിലപാട് സ്വീകരിക്കും? ലഷ്കർ ഇ തൊയ്ബക്കാർക്ക് വേണ്ടത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള പ്രമേയമാണ്. നമ്മുടെ ഉള്ളിൽ നീതിബോധമുണ്ടെങ്കിൽ, നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യരാണ് നമ്മളെങ്കിൽ, ന്യായവും നീതിയും മാനവികതയും മനുഷ്യത്വവും എവിടെ നിൽക്കുന്നു എന്നത് നോക്കിയായിരിക്കും നമ്മൾ ഏത് വസ്തുതയും തുലനം ചെയ്യുന്നത്. കാരണം ലഷ്കർ ഇ തൊയ്ബ ആക്രമിച്ചത് ഇന്ത്യയെയാണ്. ഇന്ത്യയിലെ 1400 ആളുകളാണ് മൃഗീയമായി കൊല്ലപ്പെട്ടത്, നീചമായി കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ കഴുത്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇവർ അറുത്തത്. ഇന്ത്യൻ സ്ത്രീകളെയാണ് ഇവർ ബലാത്കാരം ചെയ്തത്. അതിലൊരിക്കലും ഇന്ത്യ മാപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കരുത്. പലസ്തീനികളോട് ഇവര് കാണിക്കുന്ന അതേ കൂറും ആത്മാർത്ഥതയും സത്യസന്ധമാണെങ്കിൽ, മനുഷ്യത്വമാണെങ്കിൽ, ഗാസയിലും റാഫയിലും ഒക്കെ പിടഞ്ഞു വീഴുന്ന മനുഷ്യരോട് ഒരല്പമെങ്കിലും ഇവര് കാണിക്കുന്ന മനുഷ്യത്വത്തിന്, ഐക്യദാർഢ്യത്തിന്, പിന്തുണയ്ക്ക്, റാഫയിലേക്ക് അയച്ചിരിക്കുന്ന കണ്ണുകൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇവരുടെ പിന്തുണ സത്യസന്ധമാണെങ്കിൽ, ബന്ധികളെ വിട്ടുകൊടുത്ത് വെടിനിർത്തൽ ചർച്ച തുടരാനല്ലേ ഹമാസിനോട് ഇവർ ആവശ്യപ്പെടൂ? ഹമാസ് കാണിക്കുന്നത് നെറുകേടാണ് എന്ന് പറയാനല്ലേ കേരള ഹമാസ് ഘടകം മുന്നോട്ട് വരൂ? അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും വീണ്ടും ഇസ്രായേലിൽ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഗാസക്കാർക്ക് വേണ്ടിയും റാഫക്കാർക്ക് വേണ്ടിയും കാപഠ്യ കണ്ണീരൊഴുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് ഏത് രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഈ കാണിക്കുന്നത്? ഒരു തണ്ണിമത്തൻ ബാഗ് അങ്ങ് പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സകല അമർഷങ്ങളും വിരോധങ്ങളും ഒക്കെ തള്ളിക്കളഞ്ഞ് അവരെ നെഞ്ചിലേറ്റുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. ഇന്നലെ വരെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് നടന്ന പലരും ഇന്ന് എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ മുസ്ലിങ്ങളുണ്ട്. ഇത്രയ്ക്കും ഉളുപ്പില്ലാത്ത വിഭാഗമായി പോയല്ലോ ഇവര്. സെലക്റ്റീവ് കണ്ണുനീരും സെലക്റ്റീവ് നിലവിളിയും സെലക്റ്റീവായിട്ടുള്ള പിന്തുണകളും ഐക്യദാർഢ്യങ്ങളും ഉണ്ടല്ലോ. നിങ്ങളുടെ മനോനിലയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ മാനസികാവസ്ഥ മനുഷ്യത്വത്തോടൊപ്പം നിൽക്കുന്നതാണെങ്കിൽ ഏതു മനുഷ്യന്റെയും കണ്ണീരിനോട് നമുക്കൊപ്പം നിൽക്കണം, ഏതു മനുഷ്യന്റെയും വേദനകളിൽ ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അത് മുസ്ലിങ്ങളുടെ കണ്ണീരിന് മാത്രം കുറച്ച് കൂടുതൽ ഉപ്പുരസമാണ് എന്നുള്ള രൂപത്തിലായിരിക്കരുത് പിന്തുണയും ഐക്യദാർഢ്യവും ഒന്നും. നന്ദി.